ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ ഞങ്ങളിപ്പോൾ പാലക്കാടാണ് ഉള്ളത്. ഈദിൻ്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ ഒരു 6 സംതിങ്ങിൻ്റെ ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണതിന് മുമ്പ് ഞങ്ങൾ ഇന്നലെ നിന്ന റൂമിൻ്റെ ജസ്റ്റ് വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. നമ്മുടെ ഈ ട്രിപ്പിന് ശ്വേത വരുന്നില്ല കേട്ടോ. അവൾക്ക് ഓൾറെഡി കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ നേരെ എറണാകുളത്തേക്ക് പോയായിരുന്നു. രാവിലെ 5 മണിയുടെ ട്രെയിനിലെന്തോ. അപ്പോൾ ഞങ്ങൾ ബാക്കി 4 പേരാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ളതും വെള്ളമൊക്കെ വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആൻഡ് നമുക്ക് ഇനി ഒരു ടാസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഗൈസ്, ഫ്രൈഡേ ആണ്. നമുക്ക് ലോഗിൻ ചെയ്യണം 9 മണിയാകുമ്പോൾ. അപ്പോൾ ട്രെയിനിലിരുന്ന് പണിയെടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. സംഭവം വന്നിട്ട് ഇത് ആക്ച്വലി വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ പലയിടത്താണ് കിട്ടിയത്. അഞ്ജുനും ഫൈസൊക്കെ ഒരുമിച്ച് കിട്ടി. കാരണം അവർ ഓൾറെഡി ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്ന കൂടെ എന്നൊരു ക്വസ്റ്റ്യനും എന്നാൽ പോയാലോ ഞങ്ങളും. സോ പലയിടത്തായിട്ടാണ് ഇരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പു എൻ്റെ കൂടെ ചാടി. അങ്ങനെ നമ്മളൊരു 11:30 ആയപ്പോഴേക്കും കണ്ണൂർ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഈ ട്രെയിൻ വന്നിട്ട് ഒരു 9:30-10 മണിക്കുള്ളിൽ എത്തേണ്ടതായിരുന്നു കണ്ണൂർ. പക്ഷേ എന്തോ നല്ല ഡിലേ കിട്ടി. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തപ്പോഴും ഈ ഒരു ടൈമിംഗ് നോക്കി ചെയ്തതാണ്, 9:30 എത്താം, അപ്പോൾ വർക്ക് പ്രശ്നമില്ലാതെ പോവുമല്ലോ, കാരണം മീറ്റിങ്സൊക്കെ വന്ന് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തോ ട്രെയിൻ പറ്റിച്ചു. എന്നിരുന്നാലും നമ്മളിതാ വർക്കൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കണ്ണൂർ എത്തിയിട്ടുണ്ട്. ആൻഡ് കണ്ണൂർ എത്തിയപ്പോഴേക്കും നിങ്ങൾ ആ വോൾ ആർട്ട് ശ്രദ്ധിച്ചോ ഗൈസ്, ആ തെയ്യത്തിൻ്റെ ആ വൈബ്. ഗൈസ് അയ്യോ കണ്ട് ഇങ്ങനെ കാണിക്കാനില്ല. നമ്മ എവിടെ എത്തി? പയ്യന്നൂർ സ്റ്റേഷനിലെത്തി. എവിടേക്ക് വേണം? മൊട്ടാമ്പോ ഓക്കെ. അപ്പൊ നമ്മ ചെജുവിന്റെ വീട്ടിലല്ലേ പോകുന്നേ? ആ യെസ്, അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മൾ ബീച്ചിൽ പോകാൻ പോണു. നിന്നെ കാണിക്കല്ലേ? അപ്പം അഞ്ചു എത്തിയിട്ടുണ്ട് അഞ്ചിൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പം ബീച്ചിൽ പോകണം. ഇവിടെ ഒരാള് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ ഡ്രസ്സൊന്നും എടുക്കാതെയാണ് ഇപ്പൊ ആള് പോയിരിക്കുന്നത്. ഡ്രസ്സ് എടുക്കാതെ. നമ്മൾ ഏത് ബീച്ചിലാ പോകുന്നത്? ഇതെന്ത് സാധനം? കായട. ആ, ഉന്നക്കായ കേട്ടിട്ടുണ്ട്. ആദ്യം എടുത്തപ്പോൾ ഐറ്റംസ് ഒന്നും കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുക്കുകയാണ്. ആൻഡ് ഈ കായട വന്നിട്ട് ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ നല്ല നൈസ് സാധനം കിട്ടും. അവേ
അതാണോ ഏഴിമല? ഏഴിമല പൂഞ്ചോല. ഏഴിമലയുടെ ഒരു പാർട്ട് അങ്ങ് പോയൊരു കടലിൽ കോർണർ എടുത്തുമ്പോ. ഓക്കേ. ലാസ്റ്റ് വയ്ക്കുന്നതാണോ? എന്താ വേണ്ടപ്പാ ബസ്സിന് പോവാ. അതാണ് എന്റെ മോള് കാണിക്കുന്നത്. ഇത് ഏകമുദ്ര, ഇത് ദ്വിമുദ്ര. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ചെത്തി എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ആക്ച്വലി ഞങ്ങളൊരു 2 hour ബ്രേക്കൊക്കെ ചോദിച്ചിട്ടാണ് പോയി സൺസെറ്റ് കാണാനായിട്ട്. പക്ഷേ വർക്കിൻ്റെ തിരക്ക് കാരണം സൺസെറ്റും കാണാൻ പറ്റിയില്ല. അവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇടയിൽ വെച്ച് അർജൻറ്റ് വർക്ക് വന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടതും വന്നു. അങ്ങനെ പക്ഷേ കുറച്ച് നേരം അവിടെ നിന്ന് ടൈമൊക്കെ എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചേച്ചിൻ്റെ വക ഒരു ഡാൻസ് സെഷനാണ്. അമ്പു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവൾ വേറൊരു ഡാൻസ് ഫുള്ള് കാണിച്ചു തന്നായിരുന്നു, ഒരു നാടോടി നൃത്തം. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. ഇതെന്തോ ഭയങ്കര ഫണ്ണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. അന്നത്തെ ആ ദിവസത്തെ കുറച്ച് മൊമെൻറ്റ്സ്. അപ്പോൾ ഗേൾസ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ കണ്ണൂരത്തേക്ക് എത്തിപ്പെട്ട ആ ഒരു മൊമെൻറ്റ് തൊട്ടിട്ടുള്ള അങ്ങോട്ടുള്ള വീഡിയോ ആണ്. പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാനും പറ്റിയില്ല. നമ്മൾ ഫുൾ വർക്ക് തന്നെയായിരുന്നു. പിന്നെ വൈകുന്നേരം ആ ബീച്ചിൽ പോയി അത്രയേ ഉള്ളൂ. പക്ഷേ നാളെയും മറ്റന്നാളും നമ്മൾ തകർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൂ. കാരണം ഞാൻ കുറേ നല്ല എക്സൈറ്റിങ് സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.